മെഡിക്കൽ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോൾ വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ സിംറ്റംസ് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഡയഗ്നോസ് ചെയ്യും. എന്നിട്ട് ഇതാണ് തൻ്റെ രോഗമെന്ന് പറയും. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. രോഗം വന്ന ഒരാൾ നമ്മളോട് പറയും എറണാകുളത്തൊരു ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും വേറെ സ്ഥലത്തൊരു ആയുർവേദ ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും യുനാനിയാണ് നല്ലതെന്ന് പറയും. അപ്പോൾ മറ്റൊരാൾ പറയും വയനാട്ടിൽ ഒരു ഒറ്റമൂലയുണ്ട് അതിന് പോകണമെന്ന് പറയും. രോഗം വന്ന പെട്ടുപോയതാണ് ഇപ്പോഴത്തെ കാലത്ത്. മറ്റൊരാ പ്രശ്നമില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം തന്നെ രോഗം ഡയഗ്നോസ് ചെയ്ത് ഇതാണ് രോഗം എന്ന് പറയും. സെക്കൻഡ് ഓപ്ഷൻ എന്താ? ഫർദർ ആക്ഷൻ എന്താ? ഫർദർ ആക്ഷൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലേ? അപ്പോൾ ഒരു കുറേ മരുന്നങ്ങ് എടുക്കും. അതിൻ്റെ പറയും ഇത് വേണ്ട, തൻ്റെ കിഡ്നി അടിച്ചു പോകും, ഇത് വേണ്ട, ഇത് തൻ്റെ ലിവർ പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ. മരുന്ന് കഴിക്കുക, രോഗം മാറ്റുക. പിന്നെ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി ഇൻ്റർ ഡിസിപ്ലിനറിയാണ്, 2 സബ്ജക്റ്റാണ്. രണ്ടും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു നാനോ സംഭവം ഉണ്ടാക്കി, ചെറിയൊരു സംഭവം. അത് ഇഞ്ചക്ട് ചെയ്യുക നമ്മുടെ വെയിനിലൂടെ. അത് ഇഞ്ചക്ട് ചെയ്തിട്ട് അതിങ്ങനെ പോവും. നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കില്ലേ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആ സ്റ്റിക്ക് വെച്ചിട്ട്, അതുപോലെ ഡോക്ടർ ഇങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പോവും. ഇത് പോയിട്ട് ഹാർട്ടിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റും. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ബൈപ്പാസ് സർജറി ഇല്ല, ബ്ലോക്ക് മാറി. ശരീരത്തിലൂടെ പോയി ശരീരത്തിലെ ക്യാൻസറസ് സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും. കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല, മുടി കൊഴിയില്ല, ഒന്നുമില്ല, ക്യാൻസർ മാറും. ഇങ്ങനെയാണ് രോഗങ്ങൾ മാറ്റാൻ പോകുന്നത് വരുന്ന കാലത്ത്. പിന്നെ പറയുന്നുണ്ട് ഹാർട്ട് പോയാൽ വേറൊരാളുടെ ഹാർട്ടല്ല, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ. ആർട്ടിഫിഷ്യൽ ലിവറിൻ്റെ കണ്ടുപിടുത്തം കഴിഞ്ഞ് അതിൻ്റെ ക്ലിനിക്കൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വരും ആർട്ടിഫിഷ്യൽ ലിവർ. ഇപ്പം തന്നെ, അധിക സമയമുണ്ട, അടുത്ത നൂറ്റാണ്ടിലേക്ക് പോകണ്ട, ഇപ്പം തന്നെ വരും, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഗവേഷണം നടക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ഒരു 150 വയസ്സാകുമ്പോൾ ചിലപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യലായിരിക്കും ശരീരത്തിൽ, പഴയ സാധനമൊന്നും ഉണ്ടാവില്ല, അതായിരിക്കും വരുന്നത്. പിന്നെ വേറെ സംഭവം പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാൻ പോകണം. അത് കണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുക. കാരണം നിങ്ങളുടെ ജനറേഷനാണ് അത് കിട്ടാൻ പോകുന്നത്, ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറയില്ല. എന്താ കാര്യം? ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. പ്രായമാവില്ലെന്ന് 125 വയസ്സാകുമ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സുന്ദരനായിരിക്കും. പ്രായമാവില്ല. എൻ്റെ പോലെ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖമൊക്കെ ചുളിഞ്ഞ് പോവില്ല. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തിലുണ്ടാകുന്നത്. നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ അത്ഭുത ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത്, വിസ്മയ ലോകത്തേക്കാണ് എൻ്റെ കുട്ടികൾ പോകുന്നത്. നിങ്ങൾ അതാണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ലോകത്ത് ഈ വിജ്ഞാനത്തിൻ്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ലോകം മാറുകയാണ്, എല്ലാ രംഗത്തും മാറുകയാണ്. ഇത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്, പാസ്റ്റിനെ കുറിച്ചുമുണ്ട്. നമ്മുടെ ഗതകാലത്തെക്കുറിച്ച് 10,000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് കണ്ടുപിടിക്കാൻ ഈ ടെക്നോളജി ഉപയോഗിക്കുകയാണ്. മനുഷ്യൻ നടന്നു വന്ന വഴികൾ. ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ ആര്യന്മാർ, ഞങ്ങൾ വെളുത്ത ആളുകൾ, നിങ്ങൾ കറുത്ത ആളുകൾ. ഒരു ഇതുമില്ല. ഇപ്പോഴത്തെ കണ്ടുപിടിച്ചേക്കുന്നത് എന്താ അറിയോ? എല്ലാവരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് എന്നാണ്. നമ്മുടെ പൂർവികരെല്ലാം ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണെന്നാണ്. ആഫ്രിക്കയിൽ നിന്ന് അവർ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ റൂട്ട് ഇപ്പോൾ ക്ലിയറാണ്. ആദ്യത്തെ റൂട്ട് അഫ്ഗാനിസ്ഥാൻ വഴി വന്നു നോർത്ത് ഇന്ത്യയിലേക്ക്. രണ്ടാമത്തെ ബാച്ച് 1000 വർഷങ്ങൾക്ക് ശേഷം ഇറാനിലെ മെഡോസ് വഴി വന്നു. കുറേ നാൾ അവരെല്ലാം കൂടി അവിടെ ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് പോന്നു. അതാരാ? നമ്മുടെ പൂർവികരാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? മനുഷ്യൻ്റെ മൂവ്മെൻറ്റ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തും. മണ്ണ് കുഴിക്കുമ്പോൾ മണ്ണിൻ്റെ അടരുകൾ കണക്കാക്കി കാലം നിശ്ചയിക്കും. അപ്പോൾ ചിലപ്പോൾ മനുഷ്യൻ്റെ തലയോട്ടി, അസ്ഥികൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, ഇതൊക്കെ കിട്ടും. ഇത് ജനറ്റിക് പരിശോധനയുണ്ട്. ജനറ്റിക് പരിശോധന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. ജനറ്റിക് എഞ്ചിനീയറിങ്ങിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. ആ ജനറ്റിക് പരിശോധന നടത്തിയാൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് ഇതിലേ കടന്നുപോയ ഒരാളുടെ അസ്ഥിയാണ്, സ്കളാണ് അവിടെ കിടക്കുന്നതെന്ന് കണക്കാക്കാൻ പറ്റും. വർഷം കണക്കാക്കാൻ പറ്റും. അത് ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ പ്രിസിഷൻ കൂടുകയാണ്. ഇപ്പം പറയും 10,000 വർഷം മുമ്പെന്ന് പറയും. എനിക്ക് തോന്നുന്നു 2 കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിസിഷനാണ്, സർജിക്കൽ പ്രിസിഷൻ പോലെയാണ്.
ഇത്രാമത് വർഷമാണ് ഇനി ഇതിലൂടെ ആൾ കടന്നുപോയത്. മനുഷ്യൻ്റെ മൂവ്മെൻറ്റ് പോലും പാസ്റ്റ് ഗതകാലത്ത് കടന്നുപോയത്. അത്രയും വലിയ കാര്യങ്ങളാണ് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വളരെ പാഷനേറ്റായി നിങ്ങളുടെ ഈ സബ്ജക്റ്റിനെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടു കൂടി ഡെഡിക്കേറ്റഡായി ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ഈ നാടിൻ്റെ മുഴുവൻ സ്വപ്നമായി ആണ് ഇപ്പോൾ. ഞാൻ എപ്പോഴും പറയും, മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടുക്കികളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റമുണ്ടാകുന്നത്. ആ നാടിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മാണ്. രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിൻ്റെ മുന്നിൽ നെറുകയിൽ നമ്മൾ ഉണ്ടാകണം. ആ ഒരു മുന്നേറ്റത്തിന്, ആ കേരളത്തിൻ്റെ ആ മുന്നേറ്റത്തിൻ്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവാർഡ് കരസ്ഥമാക്കിയ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് പ്രതിനിധികളായി എത്തിയിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.